അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരത്തി എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ നരേന്ദ്രനാണെങ്കിൽ ഈ നമ്മുടെ കല്യാണിയും അമ്മയും ദാസിനെ എല്ലാം കൂട്ടിയിട്ടിട്ട് ഈ കല്ലുമാല നമ്മുടെ മണിമാല തപ്പുകയാണ്. പക്ഷെ അവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പം നമ്മുടെ നരേന്ദ്രന് മനസ്സിലാവും ഇത് അവർ തന്നെ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ പോലീസൊക്കെ വരും. പോലീസ് വരുന്ന സമയത്ത് പറയും, സാർ അവരെ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ആ റൂം തുറക്കുമ്പോഴത്തേനും അവരെ അവിടെ കാണത്തില്ല. അപ്പം നമ്മുടെ ശിവദാസൻ ഈ കല്യാണിയോടും അമ്മയോടും പറയുന്നുണ്ട്, നിങ്ങൾ പോയി രക്ഷപ്പെട്ടോ മക്കളെ എന്ന് പറയാം. അങ്ങനെ അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് ചെന്നിട്ട് ഈ എല്ലാ സാധനങ്ങളും ഒരു ബാഗിലാക്കി ഈ മണിമാലയും കയ്യിലെടുക്കുന്നു. ഈ മണിമാല കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി ഈ തമ്പുരാട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മുടെ കല്യാണിയെ ഏൽപ്പിച്ചതാണ് അത്, നീ ഇത് സൂക്ഷിക്കണം എന്നുള്ളത്. അതുകൊണ്ട് കല്യാണിയുടെ ഷാളിൽ അത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണി അത് ബാഗിൽ ഭദ്രമായി പൊതിഞ്ഞ് അവരവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ വരുന്ന സമയത്ത് അവരിങ്ങനെ ഒച്ചപ്പാടും ബഹളം. അപ്പോൾ ആരും ഇല്ലെന്ന് കാണുമ്പോൾ ഈ വീടിന് തീയിടും. അപ്പോൾ അങ്ങനെ ഇവർ പുറത്തിറങ്ങി അവിടുന്ന് ഓടുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അപ്പം നമ്മുടെ നരേന്ദ്രൻ പറയും, അവരെവിടെ പോയാലും ഇവരെ കണ്ടുപിടിക്കണം, കാരണം അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ നരേന്ദ്രനാണെങ്കിൽ ഈ രമാദേവി തമ്പുരാട്ടിയെ വിളിക്കുകയാണ്. അപ്പോൾ അവർക്കാണ് ഈ മണിമാല ആവശ്യമുള്ളത്. അപ്പോൾ അവർ പറയുന്നു, ഇത്രയും നേരമായി എന്തുകൊണ്ട് കിട്ടിയില്ല, നീ എന്താണ് അവിടെ കാണിക്കുന്നത്? അങ്ങനെ നരേന്ദ്രനെ ഭയങ്കര ഇതായിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പോൾ നരേന്ദ്രൻ പറയും, മേഡം പേടിക്കേണ്ട, അത് എത്തേണ്ട കൈകളിൽ തന്നെ എത്തും, അതുകൊണ്ട് മേഡം ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ കല്യാണിയും അമ്മയാണെങ്കിൽ ഈ അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഇവർ പോകുന്നത് നേരെ തൻ്റെ ചേച്ചിയെ കണ്ടുപിടിക്കാനാണ്, ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവർ ഇങ്ങനെ ഈ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ മഹിയുടെ കാറിൽ പോയി തട്ടി വീഴും. അങ്ങനെ നമ്മുടെ കല്യാണിയുടെ കയ്യിൽ മുറിവൊക്കെ. അങ്ങനെ മഹി വന്നത് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പം മഹി ചോദിക്കും, നിങ്ങൾ എവിടത്തേക്ക് പോകാമെന്ന് ചോദിക്കുക. അപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുകയെന്ന് പറയും. അപ്പം മഹി പറയും, ഇപ്പോൾ പോയ ബസ്സൊന്നും കിട്ടത്തില്ല, നിങ്ങൾ തിരിച്ചു പോകാൻ പറയും. അപ്പോൾ പറയോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരാളെ കാണാനുള്ളതാണെന്ന് പറയും. അപ്പം മഹി പറയും, ഞാൻ ട്രിവാൻഡ്രത്തേക്കാണ്, എന്നാൽ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും, കാറിൽ കയറിക്കോളാൻ പറയാം. അങ്ങനെ അവർ മഹിയുടെ കാറിൽ കയറുകയാണ്. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മഹിയുടെ വീട്ടിലാണെങ്കിൽ മഹിയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിൽ വരും. അപ്പോൾ അവിടുത്തെ വേലക്കാരി ചന്ദ്രദേവി ആണെങ്കിൽ ചന്ദ്രദേവിക്ക് ഒരു ഇഷ്ടമുണ്ട് ഈ മഹിയുടെ അച്ഛനോട്. അപ്പം വേലക്കാരി ഈ അച്ഛൻ വെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് മറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഈ കുപ്പിവള കിലുങ്ങുമ്പോൾ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് പറയും, വൈകുന്നേരം ഉണ്ടാക്കിയ ചീരക്കറി നന്നായിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രദേവിക്ക് അത് ഭയങ്കര ഇഷ്ടമാകും. അങ്ങനെ ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് മഹിയുടെ കാറിൽ കല്യാണിയും അമ്മയും ഓരോന്നൊക്കെ പറയുകയാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആംഗ്യ ഭാഷയിൽ ഓരോ കാര്യങ്ങൾ പറയും. അത് കല്യാണി ട്രാൻസ്ലേറ്റ് ചെയ്ത് മഹിയോട് പറയും. അമ്മ ചോദിച്ചാണെന്നൊക്കെ പറയും. അപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, എന്താ ജോലി എന്നൊക്കെ ചോദിക്കുക. അപ്പം മഹി പറയും, ഡ്രൈവറാണെന്ന് പറയും. ഡ്രൈവർക്ക് കിട്ടിയ അവാർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ പറഞ്ഞ് ട്രോഫിയൊക്കെ കാണിക്കുക. അങ്ങനെ ഒത്തിരി സംസാരിക്കുന്നു. ഈ സമയത്ത് മഹി പറയും, അതെ ഞാൻ ചിലപ്പോൾ പകുതി എത്തും, പകുതി ആകുമ്പോൾ ഉറങ്ങിപ്പോകും, ചിലപ്പോൾ ഇന്നൊന്നും എത്താൻ പറ്റത്തില്ല എന്ന് പറയാം. അപ്പം പറയും, അയ്യോ അങ്ങനെ ഉറങ്ങരുതെന്ന് പറയാം. അപ്പോൾ അമ്മ പറയും, മോളെ നീ ഫ്രണ്ടിൽ പോയിരിക്കുക. അപ്പോൾ മഹി പറയാൻ കണ്ട അമ്മ പറഞ്ഞത് കേട്ടോ. അങ്ങനെ കല്യാണി ഇറങ്ങി വന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കുക. അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു ഇരിക്കുക. അങ്ങനെ അവർ രാവിലെ ട്രിവാൻഡ്രം എത്തുന്നു. അപ്പോൾ ഈ അമ്മയും മോളും ഇറങ്ങി പോകുമ്പോൾ ഒരു താങ്ക്സ് പോലും പറയാതെ പോകുമ്പോൾ മഹി ചോദിക്കുക, എന്തായി ഒരു താങ്ക്സ് പോലും പറയാതെ പോകുന്നത്? അങ്ങനെ നമ്മുടെ കല്യാണി താങ്ക്സ് ഒക്കെ പറയും. അങ്ങനെ മഹി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ കല്യാണി ചേച്ചിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്ന നോക്കുമ്പോഴത്തേനും ഫോൺ കാണത്തില്ല. അങ്ങനെ കല്യാണി താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, പക്ഷെ കണ്ടു കിട്ടത്തില്ല. അപ്പം അവളാണ് അവളുടെ കൂട്ടുകാരിയോട് പറയും, ഞാനിവിടെ ഇല്ലെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ വീണ്ടും അവിടുന്ന് ഇവളെ അന്വേഷിച്ച് ഇങ്ങനെ തെരുവിലൂടെ നടക്കുകയാണ്, എവിടെയെന്ന് അറിയാതെ. ഇതേ സമയത്ത് മഹിയാണെങ്കിൽ വീട്ടിലിങ്ങനെ കാറ് കഴുകുകയാണ്. ആ സമയത്താണ് നമ്മുടെ ചന്ദ്രദേവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചോദിക്കാം, ചന്ദ്രാമ്മ എങ്ങോട്ട് പോവുകയാണോ എന്ന് ചോദിക്കുക. അപ്പം മാർക്കറ്റിലേക്കാണോ എന്ന് ചോദിക്കുക. അപ്പം അതേന്ന് പറയുന്ന ഞാൻ കൊണ്ടാക്കാമെന്ന് പറയാം. അയ്യോ വേണ്ട മോനെ, ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്, മേഡം കേട്ടാൽ എന്നെ വഴക്ക് പറയുമെന്ന് പറയും. ചന്ദ്രാമ്മ അവിടെ നിൽക്കുക, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയാം. അങ്ങനെ മഹി വന്നിട്ട് ചന്ദ്രാമ്മയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ കല്യാണി അമ്മയെ ക്ഷീണിച്ച് തളർന്നു. ഈ അമ്മ തളർന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരുത്തും. അങ്ങനെ നമ്മുടെ കല്യാണി ഒരു നാരങ്ങ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് പോകുക. ആ സമയത്താണ് അമ്മ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. അങ്ങനെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറകെ ഓടും. അങ്ങനെ അമ്മ തളർന്ന് വീഴും. പുറകെ തളർന്ന് വീണ് കിടക്കുകയാണ്. പിന്നീട് നമ്മുടെ തളർന്ന് പോയ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ കല്യാണി. അങ്ങനെ കല്യാണി പോയി അമ്മയോട് ഇങ്ങനെ അമ്മയെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത്
നമ്മുടെ മഹിയെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ ചന്ദ്രാദേവിനെ വീണ്ടും ഇവർ കണ്ടുമുട്ടുന്നു. ചന്ദ്രാദേവിയായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചന്ദ്രാദേവി പറയും ഇങ്ങനെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇവരെയും കൊണ്ട് മഹിയുടെ ആ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ ഈ കല്ലുമാല എന്ന് വെച്ചാൽ മണിമാല അന്വേഷിക്കുന്ന ആ രമാദേവിയുടെ വീട്ടിലേക്ക് തന്നെയാണ് ഇവർ കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ നമ്മുടെ നരേന്ദ്രൻ ഈ രമാദേവിയോട് പറയുന്നുണ്ട്, ഈ കല്ലുമാല ഭയങ്കര ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അഗ്നിയൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇവരിങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്താണ് നമ്മുടെ ഈ രമാദേവിയുടെ സാരിക്ക് തീയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഈ അമ്മ പോയി ഉടനെ അത് കെടുത്ത്. അത് രമാദേവിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവരെ വഴക്ക് പറയും. അപ്പം നമ്മുടെ കല്യാണി ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണിയുടെ ഒരു വമ്പൻ എന്താ പറയുക, നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.